ഇന്ന് രാവിലെ തന്നെ നമ്മളെ ജിമ്മിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട്. കാരണം 74 കിലോയാണ് ഞാൻ. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 6-6:30 മണിയാണ്. ഇനി ജിമ്മിൽ പോയിട്ട് തിരിച്ചു വരട്ടെ. ഇനി ജിമ്മിൽ പോകാതിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കാരണം നടക്കാൻ കൂടി പറ്റുന്നില്ല. നടക്കുമ്പോഴേക്കും കിതപ്പും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഇനി ജിമ്മിക്ക് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് തള്ളല്ലാതാവും. ഈ ജിമ്മിൽ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ജിമ്മിൽ പോകുമ്പോൾ നമുക്ക് ഈ ഫുഡും കൺട്രോൾ ചെയ്യാൻ തോന്നും. എന്നെ സംബന്ധിച്ച് ജിമ്മിൽ പോയിട്ട് ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് നല്ല കറക്റ്റായിട്ട് നിൽക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഫുഡ് അങ്ങനെ കഴിച്ച് മറ്റേ ഒരു വർക്കൗട്ട് ഇല്ലാതായിട്ടുണ്ടെങ്കിലേ എൻ്റെ കുട്ടികൾക്ക് തള്ളല്ലാതാവും. അതുകൊണ്ട് ഞാൻ ജിമ്മിൽ പോട്ടെ കേട്ടോ. ലൈറ്റുകളിൽ ആൾക്കാർക്ക് എടുത്തിട്ടില്ല. ഇത് ഞാൻ തന്നെ വേണ്ടിയില്ല എടുത്താൽ. അയ്യോ, ഇത് വല്ലാത്ത ഹൈറ്റിലാണ്. അതുകൊണ്ട് എനിക്കിത് സഹായിക്കാൻ വയ്ക്കില്ല. ഇവിടെ ലൈറ്റ് കത്തുന്നുണ്ട്. ഇത് കോഫൊക്കെ കിട്ടും. അങ്ങനെ നമ്മളെ ജിമ്മിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് വണ്ടികളൊന്നും കാണാമല്ലോ. നാല് ജിമ്മിലേക്ക് വന്നിട്ടില്ല പഠിച്ചോനെ. ഇന്ന് കംപ്ലീറ്റ് റിച്ച് പാർട്ടീസാണ് വന്നിരിക്കുന്നു. നിറച്ച് കാറുകൾ കാണാനുണ്ട്. അങ്ങനെ നമ്മൾ ജിമ്മിൽ തിരിച്ചു വന്നിട്ട് ഞാൻ ദോശ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടല്ല പോയത്. കാരണം തിരിച്ചു വന്നിട്ട് നല്ല ചൂടോടെ ദോശ കഴിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ജിമ്മിൽ നിന്ന് വന്നിട്ട് കയ്യും കാലൊക്കെ നന്നായിട്ട് വേദനയുണ്ട്. കാരണം കുറച്ച് ദിവസമായിട്ടുള്ള ജിമ്മിൽ പോകാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഒരു ആഴ്ച കഴിയാതെ നമ്മളെ ബോഡി പെയിനും മാറുമല്ലോ. ഞാൻ നല്ല ചൂട് ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അഗാരോൻ്റെ എഗ് ബോയിലറിൽ നമ്മൾ 2 മുട്ടയും പുഴുങ്ങുന്നുണ്ട് കേട്ടോ. 3 പുഴുങ്ങുന്നുണ്ട്. 2 എനിക്ക് ഒരെണ്ണം സായിക്കുട്ടിക്ക് 2 കൊടുത്താൽ അവന് കഴിക്കൂല. ജിമ്മിനൊക്കെ പോകണതല്ല. അപ്പം നല്ല പ്രോട്ടീൻ വേണമല്ലോ. നമ്മൾ ഈ എഗ് ബോയിലർ എവിടെയെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. നമ്മൾ എഗ് ബോയിലർ നമ്മളിപ്പോഴും യൂസ് ആക്കാറുണ്ട് കേട്ടോ. പിന്നെ മുട്ട ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കുമ്പോഴേ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ നല്ല തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ദോശക്ക്. അപ്പോൾ മുട്ടൻ്റെ നടുവിൽ നല്ല തേങ്ങാ ചമ്മന്തിയും വെച്ചിട്ട് ഇങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ മുട്ട നമുക്ക് എത്ര മുട്ട വേണം നമുക്ക് ഈസി ആയിട്ട് കഴിക്കാം. അങ്ങനെ ഞാനൊരു സായക്കുട്ടിയും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അടുത്ത വിശേഷങ്ങൾ കാണാം. അങ്ങനെ നമ്മൾ ചായക്കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഹെയർ കെയറിനും സ്കിൻ കെയറിനും ഹെൽത്ത് കെയറിനും വേണ്ടിയിട്ട് ഒരു ജ്യൂസ് കുടിക്കാറുണ്ട് കേട്ടോ. എന്നെ പോലെ ഹെയർ കെയറും സ്കിൻ കെയറും ചെയ്യാനൊന്നും സമയമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് സമയമില്ലാത്തവർക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും ആ ജ്യൂസ്. ഇതാണ് ഫൈറ്റിക്ക സീബക്തോൺ ജ്യൂസ് കേട്ടോ. ഇതെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഹോൾബെറി സീബക്തോൺ ജ്യൂസാണ്. ഇതിൽ പൾപ്പ് മാത്രമല്ലാതെ സീഡ്സും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. ഈ ഒരു ജ്യൂസിൽ 190+ ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. കൂടാതെ ഇതിൽ വൈറ്റമിൻ സി, ആൻറ്റി ഓക്സിഡൻസ്, ഫ്ലേവനോയിഡ്സ്, അമിനോ ആസിഡ്സ് കൂടാതെ ഒമേഗ 3, 6, 7 and 9 അടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ജ്യൂസ് ഉണ്ടല്ലോ കുടിക്കാനും വളരെ ഈസിയാണ്. നമ്മളൊരു ഗ്ലാസ്സിൽ ഇത്രയും വെള്ളം എടുത്തിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ ഫൈറ്റിക്ക സീബക്തോൺ ജ്യൂസ് മിക്സ് ആക്കുക. എന്നിട്ട് ദിവസവും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ദിവസമായിട്ട് ഉപയോഗിക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഏത് സ്കിൻ കെയർ ഹെയർ കെയറും അങ്ങനെ എന്ത് ഹെൽത്ത് കെയർ ബെനിഫിറ്റുള്ള സാധനം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും അതിലൊരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം. നമ്മൾ ഒരു ദിവസം കുടിച്ചിട്ട് ഒരു 3-4 ദിവസം പിന്നെ കുടിക്കാതിരുന്നത് പിന്നെയും കുടിക്കുമ്പോൾ നമുക്കതിൻ്റെ കറക്റ്റ് ബെനിഫിറ്റ് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. ഈ ഒരു സീബക്തോൺ ജ്യൂസ് നമ്മളെ ഹേർട്ട് ഹെൽത്തിനും ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കിന്നിനും നഖത്തിനും പിന്നെ നമ്മുടെ ഡൈജഷനൊക്കെ നല്ലപോലെ ആയിരിക്കാനും എല്ലാം ഹെൽപ്പാക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടേ fightical.com സെർച്ച് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നമ്മൾ ജിമ്മിൽ നിന്ന് വന്ന ഈ ഡ്രസ്സും കാര്യങ്ങളൊന്നും മാറ്റിയിട്ടില്ല. ഇതൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഇനി അടുത്ത ജോലിക്ക് പോകാം കേട്ടോ. ഇനി അടുത്തെൻ്റെ ജോലി എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് തേങ്ങ വെട്ടിപ്പൊളിച്ചിട്ട് കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ ആ കോണിൻ്റെ അടിയിലുണ്ടല്ലോ നമ്മുടെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന തേങ്ങ എപ്പോഴും ഞാൻ ടെറസിൻ്റെ മുകളിൽ കെട്ടിച്ചിട്ടില്ല കേട്ടോ. കാരണം 1, 2, 3, 4 സ്റ്റെപ്പ് കയറിയിട്ട് വേണം അത് ടെറസിൻ്റെ മുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും ഇതിന് മെനക്കെട്ടിട്ടില്ല, സായിക്കുട്ടി ഇതിന് മെനക്കെട്ടിട്ടില്ല. ഇനി ഞങ്ങൾ ഈ തേങ്ങ പൊളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ടെറസിൻ്റെ മുകളിലോട്ട് പോവുകയാണ്. ഇന്നലെ മാക്സിൻ്റെ ഷൂട്ട് എടുക്കുന്ന സ്ഥലമാണ് കേട്ടോ. ആ കർട്ടൻ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ ഇത് നോക്കി നമ്മൾ വേപ്പില തൈ ഞാനതിൻ്റെ മുകളിലത്തെ തണ്ടണ്ട് ഓടിച്ചിട്ടു. നമ്മളടുത്ത് കുറച്ച് കൂട്ടുകാർ പറഞ്ഞിട്ടായിരുന്നു അതിൻ്റെ തലപ്പൊടിച്ചിട്ടാൽ അതിങ്ങനെ വളരുമെന്ന്. അപ്പോൾ ഇത് ഞാൻ വെച്ചിട്ട് മുഴുവൻ പോയി കേട്ടോ. പക്ഷെ അത് തളർത്ത് വരുന്നുണ്ട്. നല്ല പത്തിരി ഇറച്ചിൻ്റെ മണം വരുന്നില്ലേ സായിക്കുട്ടിയെ? ബിരിയാക്കാർ ഉണ്ടാക്കുന്നത്. ഈ പോയിട്ടേ താഴെ പോയിട്ട് നമ്മളെ മടമാണ്. പിന്നെ ആ റോസ് പാത്രം പിന്നെ ആ മരത്തിൻ്റെ ആ കട്ടിമൂടില്ലേ അവിടെ കൊണ്ടുപോകാം കേട്ടോ. ഇതും നമ്മുടെ ഷിഹായിൻ്റെ മാക്സിയാണ് കേട്ടോ. ഞാൻ എത്രയോ പ്രാവശ്യം കഴുകി എത്രയോ പ്രാവശ്യം ഉണക്കിയിട്ടൊക്കെ ഇതിൻ്റെ കളറിനൊന്നും ഒരു മാറ്റമല്ല. പിന്നെ നല്ല ചൂടത്തൊക്കെ ഇടാൻ പറ്റിയ നല്ല കംഫർട്ടബിളായ ക്ലോത്തുമാണ്. എന്തായാലും
ഈ മാക്സി ഇപ്പോൾ അവൈലബിൾ അല്ല, പക്ഷെ നമുക്ക് പുതിയ പുതിയ മാക്സികൾ അടുത്തടുത്ത ദിവസങ്ങളിലായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സ്റ്റെപ്പ് കയറേണ്ട ഒരു കിതപ്പാണ് കാണുന്നത്. തീരെ ഒരു ഹെൽത്ത് ഇല്ലതായി മാറിയിരിക്കണം ഞാൻ. സ്റ്റെപ്പൊക്കെ കയറുമ്പോൾ ഭയങ്കര കിതപ്പ്. നല്ലവണ്ണം ഡയറ്റ് ഫോളോ ചെയ്തിട്ട് നല്ല വർക്കൗട്ട് ചെയ്യണം, അല്ലാതെ ഒരു രക്ഷയില്ല. നമുക്ക് തേങ്ങ എടുക്കാൻ മതിയോ? പൊളിച്ച് നോക്കിയപ്പോൾ അപ്പോൾ നമ്മൾ തേങ്ങ ഒക്കെ പൊളിച്ചിട്ടുണ്ട്. തേങ്ങ നമ്മൾ ഇവിടെ തന്നെ വെട്ടി പൊളിച്ച് കഷ്ണങ്ങളാക്കി പോകാട്ടോ. കാരണം അവിടെ കിച്ചണിൽ വെച്ചിട്ട് ഇങ്ങനെ തേങ്ങ വെട്ടുമ്പോഴേ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറിക്കുമ്പോൾ ശരിയാവുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാനിങ്ങനെ തേങ്ങ ഇങ്ങനെ വെട്ടുന്ന വീഡിയോ ഇങ്ങനെ ഇട്ടിരുന്നപ്പോൾ ഇതൊക്കെ ഒരു പ്രേക്ഷകർ പറഞ്ഞിരുന്നു, എന്താ പറയുക, നാഗവലിനെ പോലെ തോന്നിയത്. അത് ആ കമൻറ്റ് വായിച്ചിട്ട് എനിക്കത് കണ്ടപ്പോൾ എനിക്കും തോന്നി, ഒരു ചെറിയ നാഗവല്ലി ചായ ഉണ്ടല്ലോ എന്ന്. എന്താണെങ്കിലും തേങ്ങ വെട്ടിപ്പൊളിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കട്ടെ കേട്ടോ. നമ്മൾ മൊത്തം 4 തേങ്ങ പൊളിച്ചു. 3 തേങ്ങ നമ്മൾ വെട്ടിപ്പൊളിച്ചു. ഒരു തേങ്ങ അവിടെ കിടക്കുന്നുണ്ട്. ആ ഒരു തേങ്ങ നമ്മൾ തേങ്ങയായിട്ട് കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് രാത്രി ഈ ജോലികൾ കഴിഞ്ഞു നമുക്ക് തളപ്പോം. നമ്മൾ ഈ നിറച്ച് മണ്ണൊക്കെ ഇല്ലേ, നമ്മൾ അത് നല്ലപോലെ ഇത് കഴുകണം. നമുക്ക് തേങ്ങ ഫുഡ് പ്രോസസ്സറിൽ ഇട്ടിട്ട് ഒന്ന് ചെറുതായി മുറിക്കാം. അങ്ങനെ നമ്മൾ തേങ്ങ ഉണ്ടല്ലോ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് പരിപ്പ് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ നമ്മൾ പരിപ്പ് നന്നായിട്ട് വറുത്തപ്പോൾ കുറച്ച് കരിഞ്ഞിട്ടുണ്ട്, കാരണം സായക്കുട്ടിയെ വറുത്തിരുന്നത്. നമ്മൾ 2ാം പാൽ ഉപയോഗിച്ചിട്ട് കുക്കറിലിട്ടിട്ടൊന്ന് വിസിലടിപ്പിക്കുക കേട്ടോ. പിന്നെ ഒരു ശർക്കര ആവശ്യത്തിനനുസരിച്ചിട്ട് എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ 2ാം പാലിലിട്ട് വേവിച്ചല്ലോ ചെറുപയർ, അതിലേക്ക് ശർക്കരപ്പാനി ഉരുക്കി ഒഴിക്കുക, അതിലേക്ക് ഉപ്പിടുക. എന്നിട്ട് നല്ലവണ്ണം തിളച്ചിട്ട് ഒന്ന് വറ്റി വരുമ്പോൾ ലാസ്റ്റ് 1ാം പാലും ചേർത്ത് വെക്കുക കേട്ടോ. നല്ല അടിപൊളി പായസം സെറ്റാണ്. വേണമെങ്കിൽ നെയ്യിൽ എന്തെങ്കിലുമൊക്കെ അണ്ടിപ്പരിപ്പോ മുന്തിരിങ്ങയോ ഒക്കെ ഇട്ട് മുപ്പിച്ച് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അടുത്ത നമ്മൾ പരിപാടി, ഞാൻ കുറച്ച് ബീഫും ചിക്കനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബീഫും ചിക്കനൊക്കെ ഇങ്ങനെ വേവിച്ചിട്ട് ഒരാഴ്ചത്തേക്കുള്ള മീൽ പ്രിപ്പറേഷൻ ചെയ്ത് വെക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ബീഫൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് ഞാനിത് വെള്ളം തോരാൻ വേണ്ടി സൈഡിൽ വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ബീഫ് ഇങ്ങനെ പൈപ്പിൻ്റെ അടിയിൽ വെച്ച് കഴുകിയില്ലേ, അതേപോലെ നമ്മുടെ ചിക്കൻ കഴുകാൻ പറ്റില്ല കേട്ടോ. നമ്മൾ ഈ ചിക്കന് കഴുകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം അത്രേ. നമ്മൾ എന്താ പറയുക, ചിക്കന് കഴുകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള വൈറസുകളൊക്കെ 4 പാട് തെറിച്ച് നമ്മൾ വേറെ ഫുഡിനെ വിഷമാക്കുന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നല്ല വൈറലായൊരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടി നമ്മുടെ സായക്കുട്ടി വീടൊക്കെ വൃത്തിയാക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ചിക്കന് കഴുകുമ്പോൾ എല്ലാവരും വെള്ളം ആദ്യം തുറന്നിട്ട് ഇങ്ങനെ പാത്രത്തിൽ വെള്ളം പിടിക്കുക. എന്നിട്ട് അതിലിട്ട് നല്ലവണ്ണം ഇങ്ങനെ 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 ഇളക്കി കഴുകൂലേ, അങ്ങനെ ചിക്കൻ കഴുകാവൂ കേട്ടോ. അല്ലാണ്ട് ചിക്കൻ പാത്രത്തേക്ക് ഇട്ടിട്ട് അങ്ങോട്ട് വെള്ളം തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വൈറസൊക്കെ 4 പാടും പരന്നിട്ട് പ്രശ്നമാവും അത്രേ. പിന്നെ നമ്മൾ ചിക്കനൊക്കെ കഴുകിയിട്ട് നമ്മൾ വിനാഗിരി ഉപ്പിട്ട വെള്ളത്തിൽ ചിക്കന് അവിടെ ഇട്ട് വെക്കും കേട്ടോ. അതിനുശേഷം നമ്മൾ ചിക്കൻ കഴുകാൻ ഉപയോഗിച്ച് എല്ലാ പാത്രവും നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ച് വൃത്തിക്ക് കഴുകി വെക്കണം കേട്ടോ. അല്ല, നമ്മൾ ഇത് കഴുകിയ പാത്രം എല്ലാവരും കഴുകി വൃത്തിയാക്കും, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ നമ്മൾ അടുത്ത കുക്കിങ്ങിന് പോകുന്നതിൻ്റെ മുമ്പ് നമ്മളത് കഴുകിയ പാത്രങ്ങളും പിന്നെ സിങ്കും കാര്യങ്ങളൊക്കെ തുടച്ചിട്ടല്ല നല്ലവണ്ണം കഴുകി വൃത്തിയാക്കാൻ ശ്രദ്ധിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അത്ര കേട്ടോ. ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലത്തെ വീഡിയോ കണ്ടിട്ടപ്പോഴാണ്, അല്ലെങ്കിൽ ഞാൻ ചിക്കൻ ഇങ്ങനെ പൈപ്പിൻ്റെ വെള്ളം തുറന്നിട്ട് തന്നെയാണ് കഴുകാറ്. അത് കഴുകി കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഇത്രയും വൃത്തിയാക്കിയിട്ടൊന്നുമല്ല അടുത്ത ജോലിക്ക് പോകാറ്. അപ്പോൾ പിന്നെ ഇത് കേട്ടപ്പോൾ എനിക്കൊരു ടെൻഷന്. അപ്പോൾ ഞാൻ നല്ല സിങ്കൊക്കെ നന്നായിട്ട് കഴുകി കുറച്ച് തിളച്ച വെള്ളം നന്നായിട്ട് സിങ്കിക്ക് ഒഴിച്ചു. ഇനി ഒരൊറ്റ വൈറസും നമുക്കിവിടെ പ്രശ്നം ഉണ്ടാക്കില്ല. ഇത് നമ്മളെ ടുട്ടുമോള് നല്ല ഉഷാറാണ് കേട്ടോ. ടുട്ടുമോള് വലിയൊരു ആശ്വാസമാണ്. നമ്മുടെ സായ്ക്കുട്ടി ഇവിടുത്തെ കസേരയും കാര്യങ്ങളൊക്കെ നീക്കട്ടെ കാരണം കൊണ്ടേ ടുട്ടുമോൾക്ക് ഓടി നടന്ന് വൃത്തിയാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ നമ്മൾ ചിക്കൻ കഴുകലും ഇങ്ങനെ സിങ്ക് കഴുകലും ഒക്കെ കഴിഞ്ഞപ്പോൾ ആ ഗ്ലൗസ് എടുത്തിട്ട് ഞാനത് ഡസ്റ്റ്ബിന്നിലേക്ക് ഇട്ടു. എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കൂട്ടുകാരി ചോദിച്ചിരുന്നു, എന്താണ് ഇപ്പോൾ ഗ്ലൗസ് ഇട്ടിട്ട് ജോലി ചെയ്യാത്തത് എന്ന്.
വേനൽക്കാലം സമയത്തേ നമുക്ക് ഗ്ലൗസ് ഇട്ടിട്ട് ജോലി ചെയ്യാൻ വെച്ചിരുന്നില്ല, കൈയൊക്കെ വയർത്ത് പോകുമായിരുന്നു. പക്ഷേ ഇപ്പം മഴയൊക്കെ പെയ്തില്ലേ, അപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല. അപ്പോൾ വീണ്ടും ഗ്ലൗസ് ഇട്ടിട്ട് കുക്കിങ്ങൊക്കെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബീഫ് കറി വെക്കാൻ വേണ്ടിയിട്ടേ ഞാൻ കുറേ ചെറിയുള്ളിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും തക്കാളിയും പിന്നെ ഈ മീറ്റ് മസാല ഞാൻ ഇപ്പോൾ അടുത്ത ഉപയോഗിക്കാൻ തുടങ്ങിയത് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ആ ബീഫ് ഉണ്ടാക്കിയിരുന്നപ്പോൾ. നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് നന്നായിട്ട് കുഴച്ച് നമ്മൾ കുക്കറിന് വിസിലടിക്കാൻ വിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിത് നേരത്തെ കഴുകിയിട്ട് വിനാഗിരിയിൽ ഇട്ട് വെച്ചിരുന്ന ചിക്കനില്ലേ, ആ ചിക്കന് ഒക്കെ നല്ലവണ്ണം വെള്ളമൊക്കെ തോർത്തി ഒന്നും കൂടി ചെറുതായിട്ട് കഴുകിയെടുത്ത് മസാലയൊക്കെ തേച്ച് നമ്മൾ ഇത് മസാല തേച്ച കാരണം ഞാൻ അത് ഫ്രീസറിലല്ല എടുത്ത് വെക്കാറ്. മസാല തേച്ച കാരണം ഞാൻ ഫ്രിഡ്ജിലാണ് എടുത്ത് വെക്കാറ്. ഫ്രീസറിൽ ഇങ്ങനെ മസാല തേച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലേ നമ്മൾ പൊരിക്കാൻ വേണ്ടിയിട്ടോ അത് ഉപയോഗിക്കാൻ വേണ്ടി എടുക്കുമ്പോൾ ഒക്കെ ഫ്രീസായിട്ട് കട്ടായിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ താത്ത പറഞ്ഞിരുന്നു മസാല തേച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതും സെറ്റായിട്ടുണ്ടേ. പിന്നെ ഞാൻ വൈകുന്നേരം ആയപ്പോഴേ ഞാൻ നേരത്തെ പായസമൊക്കെ ഉണ്ടാക്കിയിരുന്നില്ലേ, ശരിക്കും ഈ പായസം ഞാൻ എൻ്റെ ഉമ്മക്ക് സർപ്രൈസായിട്ട് പായസം കൊണ്ടേ കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് പോകാൻ വേണ്ടി വെച്ചിരുന്നായിരുന്നു കേട്ടോ. പക്ഷെ ഉമ്മക്ക് അന്നൊരു കല്യാണം ഉണ്ടായിരുന്ന കാരണം കൊണ്ട് ഉമ്മ വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഇത്രയും പായസം ഉള്ളതല്ലേ, അപ്പം എനിക്കെന്തായാലും ഒറ്റയ്ക്ക് കുടിച്ച് തീർക്കാനൊന്നും വയ്ക്കില്ല. സായിക്കുട്ടി പായസപ്രേമിയല്ല. അപ്പം ഞാൻ താഴെ നമ്മളെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ കുട്ടികൾക്ക് പിന്നെ ഞാൻ ഉണ്ടാക്കിയ പായസം നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇഷ്ടമാണെന്ന് തോന്നുന്നു, അവർ കുടിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം നമുക്കിനി അടുത്ത വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടാലോ. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. ഇത് നമ്മളെ തൊട്ടപ്പുറത്ത് റൂമത്തെ കുട്ടിക്കുറുമ്പനാണ് കേട്ടോ. എവിടെ എവിടെ ഇതിൻ്റെ